ഹായ്, നമസ്കാരം. ടോപ്പ് 5 ചോദ്യങ്ങൾ അല്ലെ, കേറ്ററ്റിന്റെയും സീറ്ററ്റിന്റെയും സെറ്റിന്റെയും ഒക്കെ ടോപ്പ് 5 ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നും ഒരു 5 ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നു. സെറ്റിനും സീറ്ററ്റിനും കേറ്ററ്റിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇൻട്രോ ഒന്നും പോകുന്നില്ല, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം, അതിന്റെ ഡീറ്റെയിൽസിലേക്കും പോവാം. Pre-active stage, interactive stage and post-active stage are the 3 stages of teaching. This idea was proposed by. അപ്പോൾ ഇത് അങ്ങനെ അത്ര കണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു B.Ed-നൊന്നും അത്ര നിങ്ങൾ ശ്രദ്ധിക്കാതെ പഠിച്ചിട്ട് വിട്ട് കളയുന്ന ചില ടോപ്പിക്കുകളിൽ നിന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് കാറ്റഗറി 3യുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ലാസ്റ്റ് ആണ് കാറ്റഗറി 3യുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും നോക്കി വെക്കുക. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്, അത് അസുബൽ അല്ല. നിങ്ങൾ അസുബലിന്റെ തിയറി കേട്ടിട്ടുള്ളതാണ്. ഗാഗ്നയുടെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. വൈഗോസ്റ്റിയം പഠിക്കുന്നതാണ്. പിന്നെ ആരാണിത്? ഇതിന്റെ ആൻസർ ജാക്സൺ ആണ്. ജാക്സൺ. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ ടീച്ചിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്റ്റേജസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് ജാക്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനകത്ത് ഈ സ്റ്റേജസിന് ഓരോന്നും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രീ ആക്റ്റീവ് സ്റ്റേജ്, ദാറ്റ് മീൻസ് പ്ലാനിങ് ആണ്. അതായത് ഒരു ടീച്ചർ ലെസൺ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നതും ഇൻസ്ട്രക്ഷണൽ മെറ്റീരിയൽസ് ഓർഗനൈസ് ചെയ്യുന്നതും ഒക്കെ ഈ ഒരു പ്രീ ആക്റ്റീവ് സ്റ്റേജിലാണ്, പ്ലാനിങ് എന്ന് പറയുന്ന സ്റ്റേജിലാണ്. അടുത്ത എക്സിക്യൂഷൻ ആണ്, അതാണ് ഇന്ററാക്റ്റീവ് സ്റ്റേജ്. അതായത് ഇന്ററാക്ട് ചെയ്യുന്ന സ്റ്റേജാണ് ഇന്ററാക്റ്റീവ് സ്റ്റേജ്. എക്സിക്യൂഷൻ ആണ്. ദ ടീച്ചർ ഡെലിവേഴ്സ് ദ ലെസൺ, എൻഗേജ് സ്റ്റുഡൻസ് ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ലേണിംഗ്. അപ്പൊ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, കുട്ടികളോട് ഇടപഴകി കാര്യങ്ങൾ ലെസൺ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് എക്സിക്യൂഷൻ ആണ് ഇന്റർ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ ഇവാലുവേഷൻ അല്ലെ, ടീച്ചർ അസസ് ചെയ്യാണ് സ്റ്റുഡൻസിന്റെ ലേണിങ്ങും ലെസൺ എത്രത്തോളം എഫക്റ്റീവ് ആയി എന്നുള്ളതൊക്കെ, ഇംപ്രൂവ്മെന്റ്സ് എന്തിനൊക്കെ വേണം എന്നുള്ളതൊക്കെ വിലയിരുത്തുന്നതാണ്. ഇവാലുവേഷൻ ആണ് പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ്. അപ്പൊ ഇത് പ്രീ ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലാനിങ് തന്നെയാണ്, ഇന്ററാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ആണ്, പോസ്റ്റ് ആക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇവാലുവേഷൻ ആണ്. ഈ കൺസെപ്റ്റ് ആണ് ഈ പറയുന്ന രീതിയിൽ ജാക്സൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഓർത്തിരിക്കുക, ഇതങ്ങനെ അത്ര കണ്ട് ചോദിച്ചിട്ടില്ലാത്ത ഒരു ഏരിയ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടൊരു ഏരിയ ആണ്. അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക, ബാക്കിയുള്ള എക്സാംസിലും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ലിസ്റ്റ് 1 തിയറീസ് ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ്, തിയറീസ് ഓഫ് ജനറലൈസേഷൻ, തിയറി ഓഫ് ഐഡിയൽസ്, തോൺടേക്ക്, ചാൾസ് ജുഡ്, W.C. ബാഗ്ലി. അപ്പൊ ഇത് നോട്ട് ചെയ്യുന്ന ചില പേരുകൾ തന്നെയാണ്. തോൺടേക്കിനൊക്കെ നിങ്ങൾക്കറിയാം, ജുഡും ബാഗ്ലിയൊക്കെ അത്ര ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിൽ ഓരോ തിയറിയും ആരുടേതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ആൻസർ നിങ്ങൾ കണ്ടെത്തുക. എൻ്റെ ആൻസർ എന്തായാലും തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നതാണ് തോൺടേക്കുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്നത്. തിയറി ഓഫ് ജനറലൈസേഷൻ കാൾസ് ജുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് W.C. ബാഗ്ലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നോട്ട് ചെയ്ത് വെച്ചോ, ടേംസ് ആണ്. ഞാൻ ആ തിയറിയിലേക്കൊന്നും കടക്കുന്നില്ല, തിയറി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അത് പഠിക്കുന്നതിന് മുമ്പ് ഈ ടേംസും അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെയും ഓർത്തിരിക്കുക. അതാണ് അവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം എന്താണെന്ന് പറയാം. തിയറി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല കേട്ടോ. അതിൽ തോൺടേക്ക് ആണ് തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട ആശയങ്ങൾ. തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് തോൺടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് transfer of learning occurs when there are common or identical elements between 2 learning situations. 2 ലേണിംഗ് സിറ്റുവേഷൻസിൽ ഐഡന്റിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് നോളജ് നടക്കും എന്ന് പറയുന്നതാണ് തോൺടേക്കിന്റെ തിയറി ഓഫ് ഐഡന്റിക്കൽ എലമെന്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് വരുന്നത്. ചാൾസ് ജുഡിന്റെ തിയറി ഓഫ് ജനറലൈസേഷനിൽ വരുമ്പോൾ അതില് ലേണിംഗ് ഈസ് ട്രാൻസ്ഫേർഡ് വെൻ ജനറൽ പ്രിൻസിപ്പിൾ ഓർ അബ്സ്ട്രാക്ട് റൂൾസ് ആർ അപ്ലൈഡ് ടു ന്യൂ സിറ്റുവേഷൻ. ജനറൽ പ്രിൻസിപ്പിളും അബ്സ്ട്രാക്ട് റൂൾസും പുതിയ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് കാൾ ജൂഡ് തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്ന ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. W.C. ബാഗ്ലി തിയറി ഓഫ് ഐഡിയൽസിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ പറയുന്നത് എന്താ? വിച്ച് ഫോക്കസസ് ഓൺ ഐഡിയലിസം ഇൻ എഡ്യൂക്കേഷൻ, എംഫസൈസിങ് ദ റോൾ ഓഫ് മോറൽ ആൻഡ് ഇന്റലക്ച്വൽ ഐഡിയൽസ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. അതാണ് തിയറി ഓഫ് ഐഡിയൽസ് എന്ന് പറയുന്നത് W.C. ബാഗ്ലിയുടെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് മൂന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ പഠിച്ചു പോകാൻ അതിനകത്ത് അത്രയും ഡെപ്തിൽ കയറി ചോദ്യം ചോദിക്കുന്നില്ല. അതാണ് തിയറിക്കകത്ത് ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. എന്നാലും എന്താണ് ഓരോന്നിന്റെയും കൺസെപ്റ്റ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക, ആരാണത് നൽകിയതെന്നും അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. അക്കോർഡിംഗ് ടു പിയാഷെ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അഡോളസെന്റ് ബിലോങ്സ് ടു. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, പിയാഷെ ഇല്ലാത്ത ഒരു സെറ്റ് എക്സാമോ
ഒരു സീറ്ററ്റ് എക്സാമോ ഒരു കേറ്ററ്റ് എക്സാമോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പിയാഷയുടെ സ്റ്റേജസ്, പിയാഷയുടെ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ ഏത് സ്റ്റേജിലാണ് അഡോളസൻസ് വരുന്നത്? അത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആണോ, സെൻസറി മോട്ടോർ സ്റ്റേജ് ആണോ? ഫസ്റ്റ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലേ, ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, അത് കഴിഞ്ഞ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. അബ്സ്ട്രാക്ട് തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ഒക്കെ സാധ്യമാവുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് അഡോളസൻസ് വരുന്നത്. ഓപ്ഷൻ എ, അഡോളസെന്റ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ചോദ്യം നമുക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ പിയാഷയുടെ തിയറിയും ചേർത്തിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് മറ്റൊരു ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ അത് സ്കിപ്പ് ചെയ്തിരിക്കുന്നത്. ഓരോ സ്റ്റേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ലീസ്റ്റ് കൺസിഡേർഡ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? ഡെമോൺസ്ട്രേഷൻ ഓഫ് എക്സ്പെരിമെന്റ്, ലെക്ചറിങ് ഇൻ ഇംപ്രസീവ് മാനർ, സ്കോൾഡിങ് ആൻഡ് പണിഷിംഗ് ദ സ്റ്റുഡൻറ്, യൂസേജ് ഓഫ് വൈറ്റ് ബോർഡ്, ബ്ലാക്ക് ബോർഡ് ഇൻ ക്ലാസ് റൂം. ഏതാണ് ലീസ്റ്റ് കൺസിഡേർഡ്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ലീസ്റ്റ് കൺസിഡേർഡ് ആയിട്ടുള്ളത് ഏതാണ് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. ഓക്കെ, സിമ്പിളാ, ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റിനാ, ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും പ്രതീക്ഷിക്കാവുന്ന. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഇതിൽ മോശമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്കോൾഡിങ് ആൻഡ് പണിഷിംഗ് ഓഫ് സ്റ്റുഡൻ്റ് ആണ്. അതൊരു നല്ല കാര്യമല്ല എന്നുള്ളത് ഓർത്തിരിക്കുക അല്ലേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു പിയാഷെ, ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി പിയാഷയുടെ കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആദ്യത്തിനകത്ത് അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാത്തത്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. ഇവിടെ ഫോർമൽ ഓപ്പറേഷണൽ തോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അപ്പൊ നേരത്തെ കണ്ടത് അഡോളസെന്റ് ഏജിൽ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണല്ലേ. അത് തിങ്കിങ് എക്സ്പാൻഡ്സ് ബിയോണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആൻഡ് തിങ്കിങ് ഈസ് മോർ അബ്സ്ട്രാക്ട് ടൈംസ് ആൻഡ് റീസൺ അബൌട്ട് ദം. ഇനി ത്രൂ intuitive thoughts is replaced by logical thought that focus on single characteristics or features for understanding an event, could not think about an object which is not physically present. ഏതാണ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്? വായിച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. പഠിച്ച ഒരാളാണെങ്കിൽ ഓപ്ഷൻ എ ആണ്. തിങ്കിങ് എക്സ്പാൻഡ്സ് ബിയോണ്ട് ആക്ച്വൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ്. കോൺക്രീറ്റ് ആയിട്ടുള്ള മൂർത്തമായിട്ടുള്ള മുന്നിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട്, അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കുവാനും റീസണിങ് നടത്തുവാനും ഒക്കെ ഉള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നു. അഡോളസെന്റ് സ്റ്റേജിലാണ് ഓപ്പറേഷണൽ തോട്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിയാഷയുടെ 4 സ്റ്റേജസ് ഇതാ കൊടുത്തിരിക്കുന്നു. ആ 4 സ്റ്റേജസിലെയും കാലഘട്ടം ആദ്യം പഠിക്കാം. നിങ്ങൾ ആദ്യം കണ്ട ക്വസ്റ്റ്യൻ അവിടെ നിന്നായിരുന്നു അല്ലേ. അപ്പൊ ഇന്ന് 5 ചോദ്യങ്ങളിൽ 2 ചോദ്യം വന്നിരിക്കുന്നത് പിയാഷയുടെ സ്റ്റേജിൽ നിന്നാണ്. ഞാനൊരു കാര്യം പറയാം, ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ഈ 2 ചോദ്യം വന്നിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് ഇത് എടുത്തിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന പിയാഷെ. ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആയിട്ട് പറയുന്നത് അല്ലെ. പിയാഷയുടെ സെൻസറി മോട്ടോർ സ്റ്റേജ് ജനനം മുതൽ 2 വയസ്സ് വരെ. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 മുതൽ 11 വയസ്സ് വരെ. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് 12 വയസ്സിന് മുകളിലേക്ക് അഡോളസെന്റ് ഏജ് വരുന്ന കാലഘട്ടം. അപ്പൊ ഇതിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം നമ്മൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. സ്റ്റേജസിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ചോദിച്ചല്ലേ. സെൻസറി മോട്ടോർ സ്റ്റേജും ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ സ്റ്റേജ് ആണ്. ആ സ്റ്റേജിന്റെ പ്രത്യേകതകളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ആദ്യം പറയാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഏർലി സ്റ്റേജ്, ഒന്നാമത്തെ സ്റ്റേജ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിട്ടുള്ള സെൻസറി മോട്ടോർ സ്റ്റേജിലേക്ക് വരുമ്പോൾ കുട്ടിയാണ് അല്ലെ. അപ്പൊ ആ കുട്ടി 2 വയസ്സ്, നമ്മൾ ആ ഏജ് കണ്ടല്ലോ, 2 വയസ്സ് വരെയാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടിയാണ്. സെൻസറി എക്സ്പീരിയൻസ് വഴിയാണ്, അല്ലെങ്കിൽ സെൻസ് ഓർഗൻ വഴിയാണ് ലോകത്തെ അവൻ അറിയുന്നത്. എ ചൈൽഡ് എൻ്റയർ എക്സ്പീരിയൻസ് അറ്റ് ദ ഏർലിയസ്റ്റ് പീരിയഡ് ഓഫ് ദി സ്റ്റേജ് occurs through basic reflexes, senses and motor responses. അപ്പോൾ സെൻസ് ഓർഗൻസ് ആണ് ലോകത്തെ അറിയാനുള്ള വാതിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സ്റ്റേജിൽ. മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഈ സ്റ്റേജിൽ? നോ ദ വേൾഡ് ത്രൂ മൂവ്മെന്റ്സ് ആൻഡ് സെൻസേഷൻ. മൂവ്മെന്റിലൂടെയും സെൻസേഷനിലൂടെയും ലോകത്തെ പരിചയപ്പെടുന്നു. ലേൺ അബൌട്ട് ദ വേൾഡ് ത്രൂ ബേസിക് ആക്ഷൻസ് സച്ച് ആസ് സക്കിംഗ്, ഗ്രാസ്പിംഗ്, ലുക്കിംഗ് ആൻഡ് ലിസണിങ്. ഇതൊക്കെയാണ് ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആക്ഷൻസ്. Learn that things continue to exist even when they cannot seen. Object permanence ഇതിന്റെ അവസാനം മാത്രമേ നേടിയെടുക്കുന്നുള്ളൂ. അതായത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ അവസാനത്തോടു കൂടി, അങ്ങനെ തന്നെയാട്ടോ പറയുന്നത്, അവസാനത്തോടു കൂടി നേടിയെടുക്കുന്നതാണ് ഒബ്ജക്ട് പെർമനൻസ്.
അതായത് മുന്നിൽ നിന്ന് മറഞ്ഞു കഴിഞ്ഞാലും ഒരു സാധനം അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് പെർമനൻസ്. അത് സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ തുടക്ക സമയത്ത് ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ ഡിജിറ്റൽ ബോർഡും ഈ ക്യാമറയും ഈ ലൈറ്റും ഒക്കെ ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ കുട്ടിയായിരിക്കുമ്പോൾ ആ ആദ്യ സ്റ്റേജിൽ സെൻസറി മോട്ടോർ സ്റ്റേജിന്റെ ബിഗിനിങ്ങിൽ അങ്ങനെ ഒരു കഴിവില്ല. അതിന്റെ അവസാനത്തോടുകൂടി ഡെവലപ്പ് ചെയ്ത് വരും എന്നാണ് പറയുന്നത്. റിയലൈസ് ദാറ്റ് ദേ ആർ സെപ്പറേറ്റ് ബീയിങ് ഫ്രം ദ പീപ്പിൾ ആൻഡ് ദ ഒബ്ജക്ട്സ് അറൌണ്ട് ദം. റിയലൈസ് ദാറ്റ് ദെയർ ആക്ഷൻ ക്യാൻ കോസ് തിങ്സ് ടു ഹാപ്പൻ ഇൻ ദ വേൾഡ് അറൌണ്ട് ദം. അപ്പൊ അവർക്ക് അവരുടേതായ സ്പേസ് ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റേജിന്റെ അവസാനത്തിൽ എത്തുമ്പോൾ എന്ന് മനസ്സിലാക്കാം. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് അടുത്തത്. The foundations of language development may have been laid during the previous stage, but the emergence of language is one of the major hallmark of a pre-operational stage of development. അപ്പോൾ ഭാഷാ വികസനം ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് സ്റ്റേജിലാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് 2 തൊട്ട് 7 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിലാണ് ഇത് വരുന്നത്. സോ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സിംബോളിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്നു. ലേൺ ടു യൂസ് വേർഡ്സ് ആൻഡ് പിക്ചേഴ്സ് ടു റെപ്രസെന്റ് ഒബ്ജക്ട്സ്. ടെൻ ടു ബി egocentric and struggle to see things from the perspective of others. Getting better with language and thinking, but still tend to think in very concrete terms. അതായത് സിംബോളിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് ഉള്ള കഴിവിലേക്ക് വന്ന് പിക്ചറുകളെ റെപ്രസെന്റ് ചെയ്തൊക്കെ വേർഡ്സിനെ കുറിച്ചൊക്കെ പറയാനൊക്കെ ഉള്ള കഴിവ് കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈഗോസെൻട്രിക് ആൻഡ് സ്ട്രഗിൾ ടു സീ തിങ്സ് ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് അതേഴ്സ്. ഈഗോസെൻട്രിക് തോട്ട് ഏത് കാലഘട്ടത്തിലെ പ്രത്യേകതയാണ്? അത് ഈ പറയുന്ന നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജിന്റെ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന്റെ പ്രത്യേകതയാണ്. അതായത് കുട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാര്യങ്ങളെ കാണുന്നത്. ഞാൻ കാണുന്ന എല്ലാം മറ്റുള്ളവരും കാണുന്നുണ്ട് എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് കുട്ടിക്കില്ല. അതാണ് ഈഗോ സെൻട്രിക് തോട്ട് എന്ന് പറയുന്നത്. ഗെറ്റിംഗ് ബെറ്റർ വിത്ത് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ബട്ട് സ്റ്റിൽ ടു തിങ്ക് വെരി കോൺക്രീറ്റ് ടൈംസ്. അതായത് ലാംഗ്വേജ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി നന്നായിട്ട്. പക്ഷെ ഇവിടെ എന്താ പറയാ, അവിടെ ഈ സെൻസ് ഓർഗൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് ആയിട്ടുള്ള ആശയങ്ങളിലേക്കൊക്കെ ചിന്തിച്ച് മുൻപിൽ കാണുന്ന മൂർത്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റും. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അവിടെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളെ മാത്രം, കോൺക്രീറ്റ് ആയിട്ടുള്ള മൂർത്തമായിട്ടുള്ള ആശയങ്ങൾ എൻ്റെ സെൻസ് വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് ലോജിക്കലായിട്ട് അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. എന്നാൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും മൂർത്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ഇല്ലാത്ത ഇമാജിൻ ചെയ്ത് ചിന്തിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കൂടി കുട്ടിക്ക് സാധിക്കുന്നതാണ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതൊന്നും ആയിട്ടില്ല കേട്ടോ, ഞാൻ ജനറലി പറഞ്ഞു പോവാണ് ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകൾ. പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകളെ കുറിച്ചിട്ട് ഇപ്പോൾ DLD ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, BEd ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം തന്നെയാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിനെ കുറിച്ച് ഒരുപാട് ക്ലാസ് എടുക്കാനായിട്ടുണ്ട്. നമ്മൾ ജനറലി പറഞ്ഞു പോവാണ്. സോ പ്രാധാന്യത്തോട് പഠിക്കേണ്ട ഒരു സ്റ്റേജ് ആണ് എന്നല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇത് എന്നുള്ളതുകൂടി മനസ്സിലാക്കുക. ഫൈനൽ സ്റ്റേജിൽ ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യാണ്. ഡിഡക്ടറി റീസണിങ്, അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ്, ഹൈപ്പോത്തിസ് ഡെവലപ്പ് ചെയ്യാനുള്ള കഴിവ്, ഇതെല്ലാം ഈ സ്റ്റേജിലാണ്. അഡോളസെന്റ് ആണ് ഈ സ്റ്റേജിലേക്ക് വരുന്നത്. മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ് ടു പ്രോബ്ലം ആൻഡ് തിങ്ക് മോർ സയന്റിഫിക്കലി അബൌട്ട് ദ വേൾഡ് അറൌണ്ട് ദം. അപ്പം ലോജിക്കലി ചിന്തിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടാവുന്നുണ്ട്. അബ്സ്ട്രാക്റ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മോർ അബൌട്ട് മോറൽ, ഫിലോസഫിക്കൽ, എത്തിക്കൽ, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് അഭിപ്രായങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ബിഗിൻസ് ടു യൂസ് ഡിഡക്റ്റീവ് ലോജിക് ഓർ റീസണിങ് ഫ്രം എ ജനറൽ പ്രിൻസിപ്പിൾ ടു സ്പെസിഫിക് ഇൻഫർമേഷൻസ്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ് ആ 4 സ്റ്റേജസും 4 സ്റ്റേജസിൻ്റെ പ്രത്യേകത? ഞാൻ ജനറലി പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പിയാഷയുടെ തിയറി, പിന്നെ സ്കീമ, അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഏരിയാസ് ആണ്. റിപ്പീറ്റ് ആയിട്ട് അത് പഠിച്ചോണം. അതിൽ നിന്ന് ഉറപ്പായിട്ടും 1ൽ കൂടുതൽ ചോദ്യങ്ങൾ എല്ലാ തവണയും ചോദിക്കാറുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. സോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. എല്ലാവർക്കും നന്ദി.